عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിത സമൂഹത്തിലെ പ്രഗത്ഭനായിരുന്നു ബഹ്റുൽ ഉലൂം O.K. സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഉസ്താദിന്റെ വിജ്ഞാന സമ്പത്തിലൂടെ ഒരു വലിയൊരു ശിഷ്യ പരമ്പരയെ സമുദായത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഉസ്താദിന്റെ ഇൽമിന്റെ വലുപ്പം ബഹ്റുൽ ഉലൂം എന്ന സ്ഥാനപ്പേരിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇസ്ലാമിക വിജ്ഞാന ഫന്നുകളായ ഹദീസ്, തഫ്സീർ, അറബി വ്യാഖ്യാനം തുടങ്ങിയ എല്ലാ വിഷയത്തിലുമുള്ള ഉസ്താദിന്റെ അഗാധമായ പാണ്ഡിത്യം ബഹ്റുൽ ഉലൂം എന്ന സ്ഥാനപ്പേര് വിളിക്കാൻ കാരണമായി. 1916 മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് കുയിപ്പുറം ഓടക്കൽ തറവാട്ടിലാണ് ഉസ്താദിന്റെ ജനനം. പിതാവായ കോയക്കുട്ടി മുസ്ലിയാരാണ് ഉസ്താദിന്റെ ജീവിതത്തിലെ ആദ്യ ഗുരു. ശേഷം മഹാനവറുകൾ, കൈപ്പറ്റ ഉസ്താദ്, സ്വദഖത്തുള്ള ഉസ്താദ്, കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരായ നിരവധി പണ്ഡിതന്മാരുടെ കീഴിൽ ഉസ്താദ് ദർസോദി പഠിച്ചത്. 1946 കാലഘട്ടത്തിലാണ് ഇസ്ലാമിക ലോകത്തെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ഉസ്താദ് ഉപരിപഠനം പൂർത്തിയാക്കിയത്. ഉസ്താദിനെ ചാലിയത്ത് മൂലിയാരെന്ന് വിളിക്കുമായിരുന്നു. കാരണം ഉസ്താദ് 3 പതിറ്റാണ്ടോളം കാലം ചാലിയത്ത് സേവനമനുഷ്ഠിച്ചിരുന്നു. ഉസ്താദിന്റെ ജീവിതത്തിലെ നായികക്കല്ലാണ് ചാലിയത്ത് ദർസ്. ശേഷം കായംകുളം ഹസനിയ, ചെറുശോല, മാട്ടൂർ, വേളൂർ, രണ്ടത്താണി, KK പുറം, പൊട്ടിയാട്, ആലത്തൂർപ്പടി എന്നിവിടങ്ങളിലും ഉസ്താദ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1958 ഉസ്താദ് ഇഹ്യാഉസ്സുന്ന എന്ന സ്ഥാപനം ഒതുക്കുങ്ങലിനടുത്ത് തുടക്കമിടുന്നത്. ഉസ്താദിന്റെ അധ്യാപന രീതി വളരെ വിശാലമാണ്. പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ശൈഖുനാ സുൽത്താനുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിന് ഹദീസ്, ഫിഖ്ഹ്, ഹദീസ്, തഫ്സീർ, മആനി, മന്തിഖ് തുടങ്ങിയ എല്ലാ വിഷയത്തിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. മാത്രമല്ല ഗോളശാസ്ത്രത്തിലും റിസാലത്തുൽ ഹിസാബ്, റിസാലത്തുൽ മാറദീനി തുടങ്ങിയ കിതാബുകളിലെ ഓരോ വിഷയങ്ങളുടെയും ബുർഹാനുകൾ വളരെ വ്യക്തമായാണ്, വളരെ ലളിതമായാണ് ഉസ്താദ് അവതരിപ്പിക്കാറുള്ളത്. ആകാശത്തിലേക്ക് ചൂണ്ടി ത്രികോണ വരകളും മറ്റു രൂപങ്ങളും ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായാണ് ഉസ്താദ് അവതരിപ്പിക്കാറുള്ളത്. അക്കാലഘട്ടത്തിൽ ഗോളശാസ്ത്രം അത്രയും ലളിതമായി അവതരിപ്പിക്കാൻ കഴിവുള്ള മറ്റൊരു പണ്ഡിതരും അക്കാലഘട്ടത്തിൽ കുറവായിരുന്നു. ഒരു പഴയ മുസ്ലിയാർ എന്ന നിലയിൽ അത്തരം വിഷയങ്ങളിൽ ഉസ്താദിന് അറിവുണ്ടാകുമെന്ന് പലരും കരുതിയിരുന്നില്ല. സമസ്തയുടെ പല വിഷയങ്ങളിലും പല പദ്ധതികളിലും ഉസ്താദ് ഭാഗമായിട്ടുണ്ട്. സമസ്ത പുനഃസംഘടന കാലത്ത് ഞങ്ങൾക്ക് ധൈര്യവും ഊർജവും നൽകിയത് ഉസ്താദായിരുന്നു എന്ന് അവിടുത്തെ ശിഷ്യനായ സുൽത്താനുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. ഇൽമിന്റെ വിളക്കുമാടമായി പ്രശോഭിച്ച ഉസ്താദ് 2002 ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഉസ്താദിന്റെ ജന്മനാടിനടുത്തുള്ള ഒതുക്കുങ്ങലിലാണ് ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ, അവിടുത്തെ മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next call letter B.